മൽബറി ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും അയണും ഫൈബറും ഒക്കെയുള്ളൊരു ഫ്രൂട്ടാണ്. അതേപോലെ ഇതൊരു ലോ കാലറി ഫ്രൂട്ടാണ്. അപ്പോൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് വെച്ച് സിമ്പിളായിട്ട് ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. മിക്കവാറും എല്ലാവരുടെയും വീട്ടിലിതുണ്ടെങ്കിലും നമ്മളിതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. നല്ലതുപോലെ പഴുത്ത പഴങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതേപോലെ ബാഡ് കൊളസ്ട്രോൾ, ക്യാൻസർ ഇതൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിൻ്റെ കമ്പ് മുറിച്ച് വെച്ച് ഇത് വളരെ വേഗത്തിൽ നമുക്ക് കിളിർപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിന് നമ്മളിവിടെ പ്രത്യേകിച്ച് വളമൊന്നും ഇടാറില്ല. കായൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ കമ്പ് കോതി നിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. കുറച്ചധികം പഴങ്ങളുണ്ടെങ്കിൽ പിന്നീടുള്ള ആവശ്യത്തിന് എങ്ങനെയാണത് സൂക്ഷിക്കേണ്ടത് എന്ന് കൂടി ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. നല്ലതുപോലെ പഴുത്ത മൽബറി ഇത്രയുമാണ് പറിച്ചിരിക്കുന്നത്. ഇതിൽ പുഴുവോ ചിലന്തിയോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഇതിൽ ചെറുതായിട്ട് ചിലന്തി വലയുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എടുത്ത് കളയാം. മൽബറി അത്രയും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് കഴുകി കൂടി എടുക്കണം. ഇതിൽ പൊടിയൊക്കെ ചിലപ്പോൾ പിടിച്ചിരിക്കും. അതിനായിട്ട് 1-2 പ്രാവശ്യം വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായതുകൊണ്ട് വലിയ കഴുകിൻ്റെ ആവശ്യമൊന്നുമില്ല. 1-2 പ്രാവശ്യം മാത്രം കഴുകിയെടുത്താൽ മതി. വലുതായിട്ട് പ്രസ് ചെയ്യാതെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉലച്ച് വാരി എടുക്കണം. കഴുകിയതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിൽ നിരത്തിയതിന് ശേഷം ഇത് ഫ്രീസ് ചെയ്യാം. ഫ്രീസറിൽ നിന്ന് എടുത്തപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ അങ്ങനെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഫ്രീസ് ചെയ്ത മൽബറി 3 കപ്പാണ് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത്. ഇതിൻ്റെ തണുപ്പൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ജാറിലേക്ക് ഇടുകയാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് അടുത്ത് കാണിക്കുകയാണ്. നല്ല കട്ടിയായിട്ട് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് 500 ml വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിരുന്നു. പഞ്ചസാര ഇട്ടപ്പോൾ ഫോൺ ഓണാക്കാൻ മറന്നു പോയതാണ്. ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. ഇതിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് വേനൽ സമയത്ത് കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് ഇത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ മൽബറി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. മാത്രവുമല്ല ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ സിയും അയണുമൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിയും കൂട്ടും. ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. പക്ഷേ ഈ ഒരു പരുവത്തിലിരിക്കുന്നതിനാണ് ഭയങ്കര ടേസ്റ്റ്. ഈ തയ്യാറാക്കിയേക്കുന്നത് സാധാരണ വലുപ്പമുള്ള ജ്യൂസ് ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ 5 ഗ്ലാസ്സിന് കാണും. ആഴ്ചയിൽ 2-3 ദിവസം ഇതിൻ്റെ ജ്യൂസ് തയ്യാറാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഫ്രീസ് ചെയ്ത മൽബറി ആയതുകൊണ്ട് ഇതിൽ ഐസ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തണുപ്പുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്കി വന്ന മൽബറി നമുക്കൊരു സിപ്പ് ലോക്കിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇതേപോലെ മൽബറി ദിവസവും പറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ സിപ്പ് ലോക്കിലോ ഇട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം. 6 മുതൽ 8 മാസം വരെ ഫ്രീസറിൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.